അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം റഹ്മാനിർ റഹീം. നമ്മുടെ മുസ്ലിമീങ്ങൾ ഒരു കാലത്ത് എന്ന് പറയപ്പെടുന്നവർ മാലയിലും മൗലൂദുകളിലും മാത്രം ഒതുങ്ങിപ്പോയവരാണ്. ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും വാ എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനെപ്പറ്റി യാതൊരു ബോധവുമില്ല, അതിന് അറിയുകയുമില്ല. ഖുർആൻ ബർക്കത്തിന് വേണ്ടി ഒന്ന് ഓതുക, അർത്ഥം വെച്ച് ഓതുക, പേച്ചു പോകുന്നത് പഠിപ്പിച്ച ഒരു കൗമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. 90% വരുന്ന ആ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ മാലയും മൗലൂദുകളാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആരാധനാ വസ്തു. അവരുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞത് മാല മൗലൂദുകൾ ചൊല്ലാത്തവനും ചൊല്ലിക്കാത്തവനും ഖത്തീബ് സ്ഥാനത്തിന് പറ്റൂല, ഖാദി സ്ഥാനത്തിന് പറ്റൂല. ഒരു ഖത്തീബ് ആകണമെങ്കിൽ ഏറ്റവും യോഗ്യത മാല ചൊല്ലുന്നവനായിരിക്കണം, മൗലൂദ് ചൊല്ലുന്നവനായിരിക്കണം. ഒരു ഇമാമിന് തെരഞ്ഞെടുക്കണമെങ്കിൽ ഇസ്ലാമിന് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷെ ആ കാഴ്ചപ്പാടുകൾക്കൊക്കെ വിരുദ്ധമായിട്ട് മാലയും മൗലൂദും ചൊല്ലുന്ന ആളാണോ അദ്ദേഹം ഇമാമത്തിന് പറ്റിയ ആളായിട്ടാണ് സമസ്തക്കാർ കൊണ്ടു നടക്കുന്നത്. എന്താണ് ഈ മാല? ആരാണ് ഈ മാല ഉണ്ടാക്കിയത്? മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ പറ്റിയിട്ട് ഇല്ലാത്ത കഥകളും കെട്ടുകഥകളും പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുകയാണ്. മാല ചൊല്ലിക്കാത്ത വീടുകൾ കഴിഞ്ഞുപോയ കാലങ്ങളിലില്ല. ഇപ്പോഴത്തെ തലമുറകൾക്ക് ചിലപ്പോൾ അത് മനസ്സിലായില്ല എന്ന് വരും. പക്ഷേ ഈ മാലയിൽ നിങ്ങൾ അടിമൂടി പരിശോധിച്ചാൽ തീർത്തും കളവാണ്, തെറ്റാണ്, ഷിർക്കാണ്. ഇസ്ലാമിന്റെ ഷാറുകളെ ഓരോന്നോരോന്നായി അടർത്തിയെടുത്ത് ഇല്ലാതാക്കുന്ന കഥകളാണ്. മാലയിൽ പറയുന്നു, മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗം ഞായൻ കൊടുക്കുമേ. ആര്? മുഹ്യിദ്ദീൻ ഷെയ്ഖ് പറയുകയാണത്രേ. അദ്ദേഹം പറഞ്ഞിട്ടില്ലേ, അത് വേറെ കാര്യം. ഇവരുണ്ടാക്കി വെച്ച ഒരു മുഹ്യിദ്ദീൻ ഷെയ്ഖിനുണ്ട്, കഥാപുരുഷനായ ഒരു മുഹ്യിദ്ദീൻ ഷെയ്ഖ്. അള്ളാഹുവിന്റെ അടിമയായ, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരു മുഹ്യിദ്ദീൻ ഷെയ്ഖ് വേറെ ഉണ്ട്. അത് സലഫികളുടെ മുഹ്യിദ്ദീൻ ഷെയ്ഖാണ്, ഇത് സമസ്തക്കാരുടെ മുഹ്യിദ്ദീൻ ഷെയ്ഖാണ്. ആ മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ പറ്റി പറയാണ്, ഈ മാല വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഒന്നും തെറ്റാതെ ചൊല്ലിയാല് സ്വർഗത്തിൽ മടിമാടം എന്ന് പറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസ്, സ്വർഗത്തിൽ നിന്ന് പിന്നെ ഒരു അടി ഉയരത്തിൽ ചെന്ന് ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കുന്നു. ആര് കൊടുക്കുന്നു? മുഹ്യിദ്ദീൻ ഷെയ്ഖ്. മുഹ്യിദ്ദീൻ ഷെയ്ഖ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഇറങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല ഖുർആൻ ഓതിയാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്നല്ല പറഞ്ഞത്. ഖുർആൻ ഓതുകയും അത് പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ അല്ലാഹുവിന്റെ മഹ്ലായ ഫضل കൊണ്ട് നിങ്ങൾക്ക് സ്വർഗം കിട്ടിയേക്കാം. ഉറപ്പിച്ചില്ല, ഉറപ്പിക്കുന്ന അല്ലയാ. ഇവിടെ മുഹ്യിദ്ദീൻ ഷെയ്ഖ് ഉറപ്പിച്ച് പറയാണ്, ഞാൻ തരും. എന്തിന്? മാല ചൊല്ലിയാൽ. ഈ മാല എന്ത് കഥകളാണ്? ഏടുന്ന് വിളിച്ചാലും എപ്പോ വിളിച്ചാലും ആര് വിളിച്ചാലും കേൾക്കേണ്ടത് അള്ളാഹുവാണ്. എന്നാൽ മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ പറ്റി മാലയിൽ പറയുകയാണ്, വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായികൂടാതെ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ. ആര് വിളിച്ചാലും എപ്പോ വിളിച്ചാലും കേൾക്കുക അള്ളാഹ്ക്ക് കഴിയും. ഒരു സൃഷ്ടിക്കും കഴിയില്ല, ഒരു മുഹ്യിദ്ദീൻ ഷെയ്ഖിനും കഴിയില്ല, ഒരു വലിയ നബിക്കും കഴിയില്ല, ഒരു സഹാബത്തിനും കഴിയില്ല, ആർക്കും കഴിയില്ല. അള്ളാഹിന്റെ സിഫത്താണ് ഇവിടെ മുഹ്യിദ്ദീൻ ഷെയ്ഖിന് ചാർത്തി കൊടുക്കുന്നത്. പച്ച ഷിർക്കാണിത്. അത് ചൊല്ലല് തന്നെ ഷിർക്കാണ്. അങ്ങനെ ഒരാൾ വിശ്വസിച്ച് ചൊല്ലിയാൽ ഓൻ പച്ച മുശ്രിക്കാണ്. അവനെ പിന്നെ ഷഹാദത്ത് കാര്യം ചൊല്ലിയിട്ട് ഇസ്ലാമിലേക്ക് എടുക്കണം. അല്ലാതെ പോലെ ഒരു അമലും ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ പറയുന്നത്, എന്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകം കാക്കും മലക്ക് പറഞ്ഞോവർ. മുഹ്യിദ്ദീൻ ഷെയ്ഖിനോട് മലക്ക് നേരിട്ട് പറയാണ്, ഓ മുഹ്യിദ്ദീൻ ഷെയ്ഖ്, നിങ്ങളെ മുരീദ് നരകത്തിലില്ല കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ നാവ് കൊണ്ട് അശ്റത്തുൽ മുബശ്ശിരീൻ വഹി മുഖാന്തരം അറിയിക്കപ്പെട്ട 10 ആളുകളെ പേര് മാത്രമാണ് റസൂലുള്ളാഹി പറഞ്ഞത്. മറ്റുള്ളവർ നരകത്തിലോ സ്വർഗത്തിലോ ഒക്കെ പിന്നീട് അള്ളാഹു തആല തീരുമാനിക്കും. പക്ഷെ ഈ 10 ആളുകൾ സ്വർഗത്തിലാണെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് വഹി മുഖാന്തരം പറഞ്ഞപ്പോഴാണ് നബി പറഞ്ഞത്, അല്ലാണ്ട് സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ഇവിടെ മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ മുരീദായാ മതി, അതും മലക്ക് നേരിട്ട് വന്നിട്ട് പറയാണ്. എന്നാൽ ഒരിക്കൽ പോലും നരകം കാക്കുന്ന മലക്ക് നബിയോട് സംസാരിച്ചിട്ടില്ല. അത് നബിയോട് സംസാരിക്കല് ജിബ്രീലാണ്, വഹയും കൊണ്ടുവരുന്ന ജിബ്രീലാണ്. എപ്പോഴെങ്കിലും മാലിക് എന്ന മലക്ക് വഹയും കൊണ്ട് വന്നിട്ടുണ്ടോ? ഇല്ല, വരൂല. അത് അല്ലാഹു തആല അങ്ങനെയല്ല അതിന്റെ സംവിധാനങ്ങൾ ഒരുക്കിയത്. വഹയി കൊണ്ടുവരുന്നത് ജിബ്രീലാണ്. ഇവിടെ ജിബ്രീലിനൊക്കെ തട്ടി മാറ്റി
മലക്കായ മാലിക് പറയാണ് നിങ്ങളെ മുരീദുകള് നരകത്തിലില്ല. ഇത് കെട്ടുകഥയല്ല, പിന്നെ ഏതാണ് കെട്ടുകഥ? ഇതാണ് വൈരുദ്ധ്യം. എന്നാൽ മങ്കൂസുകാരൻ പറയുന്നു വനുഹും ഫനജാ മിനർ റദാ വകാന ഫീ സുൽബി ഇബ്രാഹിം ഹീനഹു ഉൽഖിയ ഫിന്നാർ വസാറ റഖ്ബുഹാ മുഹമ്മദാ. നൂഹ് നബിയെ പ്രളയത്തിൽ കഴിഞ്ഞപ്പോൾ മുഹമ്മദ് നബിയുടെ ഒളിവ് കൊണ്ട് രക്ഷപ്പെട്ടു. അതേപോലെ തന്നെ ഇബ്രാഹിം നബീനെ തീയിലിട്ടപ്പോൾ മുഹമ്മദ് നബീനെ കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. എന്നാൽ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് ഖുർആനാണ്. ഖുർആൻ പറയുന്നു ഇത് രണ്ടുമല്ല. മുഹീദ്ദീൻ ശൈഖും അല്ല രക്ഷപ്പെടുത്തിയത്, മുഹമ്മദ് നബിയുമല്ല രക്ഷപ്പെടുത്തിയത്, അള്ളാഹുവാണെന്നാ ഖുർആൻ പറയുന്നത്. മുസ്ലിമീങ്ങൾ അതാണ് വിശ്വസിക്കേണ്ടത്. ആണികളെ കൊണ്ടും പലകളെ കൊണ്ടും നിർമ്മിച്ച കപ്പലിൽ അദ്ദേഹത്തെയും കൂട്ടുകാരെയും അള്ളാഹു രക്ഷപ്പെടുത്തിയതാണ് ഖുർആൻ പറയുന്നത്. നൂഹ് നബീനെ പറ്റി, ഇബ്രാഹിം നബീനെ പറ്റി പറയുന്നത് ഇബ്രാഹിം നബിക്ക് തണുപ്പും രക്ഷയും മേകുവാൻ ഞാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ തീ അണഞ്ഞുപോയി എന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആൻ പറയുന്നത് വിശ്വസിക്കണോ? അല്ല മാല പറയുന്നത് വിശ്വസിക്കണോ? അല്ല മൗലൂദ് പറയുന്നത് വിശ്വസിക്കണോ? നിങ്ങൾ തീരുമാനിക്കണം. അള്ളാഹുവിനെ വിശ്വസിക്കുകയാണെങ്കിൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും നിങ്ങൾ വരിക. റസൂലും പറഞ്ഞത് തന്നെയാണ്, തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യം നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചു പോകുന്നു അല്ലെങ്കിൽ വിട്ടേച്ചു പോകുന്നു. ആ രണ്ട് കാര്യം നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ലൻ തളില്ലു, നിങ്ങൾ പിഴക്കുകയില്ല. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, ആ രണ്ട് കാര്യത്തെ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം